ഓട്ടിടാൻ പോകുമ്പോഴുള്ള എൻ്റെ സ്മോൾ ലൈഫ് സ്റ്റൈലാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഓട്ടോ ഇടാൻ പോകുന്ന സ്ഥലത്തേക്ക് 22 കിലോമീറ്റർ ഉണ്ട്. കർണാടകയിൽ ബസ്സൊക്കെ ഫ്രീ ആണ്. അങ്ങനെ ഇന്ന് ഗവൺമെന്റ് ബസ്സിലാണ് പോകുന്നത്. 5 years ആയി ഓട്ടോ ഒന്നും ഇടാതെ ഇപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് വോട്ട് കിട്ടുന്നത്. എത്ര റിസ്ക് എടുത്തിട്ടെങ്കിലും ഈ പ്രാവശ്യം വോട്ട് ഇടണമെന്ന് വാശിയായിരുന്നു. അങ്ങനെയാണ് നേരെ പോകുന്നത്. നമ്മൾ എപ്പോഴും വോട്ട് ഇടാൻ പോകുന്നത് നമ്മൾ പഠിച്ച സ്കൂളിലായിരിക്കും അല്ലേ. യെസ്, ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ 7th സ്റ്റാൻഡേർഡ് പഠിച്ച സ്കൂളിലാണ്. ഈ നാട് എൻ്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഈ ഏരിയ മുമ്പൊക്കെ ഒരുപാട് കാട്ടായിരുന്നു, പക്ഷെ ഇപ്പോ നല്ലോണം റോഡൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാലം യാത്ര ചെയ്ത ഒരു വേ കാണുമ്പോൾ എന്തോ ഒരു കുട്ടികളുടെ ഓർമ്മയാണ് വരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലം ആലോചിച്ച് നേരെ ഞാൻ വോട്ടിടുന്ന സ്ഥലത്തെത്തി. ഇവിടെ എൻ്റെ പേര് തപ്പാൻ വേണ്ടി 1 hour വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 5 to 8 years കേരളത്തിൽ സെറ്റിൽ ആയതുകൊണ്ട് ഒരുപാട് വർഷമായി ഇവിടെ വോട്ടൊന്നും ഇടാതെ ഇയർലി വോട്ടിടുന്നവർക്ക് മാത്രമാണ് പേരൊക്കെ ഹൈലൈറ്റ് ആയിട്ടുണ്ടാവുന്നത്. അങ്ങനെ നെയിം സ്പെല്ലിംഗ് ഒക്കെ തപ്പിയ ശേഷം ഫൈനലി വോട്ടർ കാർഡ് കിട്ടി. നമ്മൾ ഉച്ചക്ക് എത്തിയത് കൊണ്ട് നമുക്ക് അത്ര റഷൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വോട്ട് കിട്ടി വന്നു. ഇവിടെയാണ് കേട്ടോ ഞാൻ 7th വരെ പഠിച്ച സ്കൂളാണിത്. പിന്നെ ഞാൻ ചർച്ച് സ്കൂളാണ് പഠിച്ചിട്ടുള്ളത്. 8th സ്റ്റാൻഡേർഡ് ഞാൻ പോയിട്ടുള്ളത് ടൗൺ സ്കൂളിലായിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തത് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആയിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം വോട്ടിട്ടപ്പോൾ ആ കൈ നോക്കുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെ കിട്ടിയുണ്ടായിരുന്നു എനിക്ക്. എന്തായാലും ഇത്രയൊക്കെ റിസ്ക് എടുത്തിട്ട് ഞാനിവിടെ വോട്ടിടാൻ വന്ന് പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞമ്മളെ നാട്ടിലത്തെ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് കയറി. കുട്ടികൾക്കാണെങ്കിൽ ഹോട്ടലിൽ വരുന്നത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ അവർ വരുന്നത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ്. ഫൈനലി കുട്ടികളൊക്കെ ഹാൻഡ് വാഷ് ഒക്കെ കഴിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഹോട്ടലിൽ വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉമ്മാന്റെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതേ ഹോട്ടലിലാണ് പോകുന്നത്. ഭയങ്കര നല്ലൊരു ഫുഡാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ലോങ് റൈസ് ബിരിയാണിയാണ്. കേരളത്തിൽ കൂടുതൽ സെറ്റിൽ ആയിട്ട് അവിടുത്തെ കൈമ റൈസ് ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. 4 ഫംഗ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടി മെഹന്തി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മള് ബിരിയാണിയൊക്കെ എത്തി. ബിരിയാണിന്റെ കൂടെ കബാബും പിന്നെ ലൈം ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏത് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചാലും അത്ര സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി മാത്രമാണ് എനിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്താണ് ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിച്ചാൽ ഞാൻ ബിരിയാണി മാത്രമേ പറയുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് ബിരിയാണി, ഷവർമ, അൽഫാം. ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി കേട്ടോ. വീട്ടിൽ ഉണ്ടാക്കിയ ബിരിയാണി ആണെങ്കിൽ നമുക്ക് 3 to 4 times എങ്കിലും കഴിച്ചുകൊണ്ടേയിരിക്കുക. ഹോട്ടലിലാണെങ്കിൽ ഒറ്റ തവണ വന്നിട്ട് ഫുഡ് കഴിച്ച് പിന്നെ പോകും. പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ബിരിയാണി കാണുമ്പോൾ കൊതിയാവുന്നത്. കുട്ടികളൊക്കെ ഇവിടുത്തെ ബിരിയാണി നോക്കിയിട്ട് റെയിൻബോ ബിരിയാണി എന്നൊക്കെ പറയും. അങ്ങനെ ഫുഡൊക്കെ സാവകാശ സമാധാനത്തോടെയാണ് ഫുഡ് കഴിക്കുന്നത്. സൂപ്പർ ആയിരുന്നു കേട്ടോ ബിരിയാണി. അവർ ഗീ ഒക്കെ വഹിച്ചിട്ടുണ്ടായിരുന്നു. കബാബ് ആണെങ്കിൽ പറയേണ്ട ഡിഫറെന്റ് ടൈപ്പ് കബാബാണ് കേട്ടോ മാംഗ്ലൂരിൽ കിട്ടുന്നത്. അത് നല്ലൊരു ഐസ് ഇട്ട ലൈം ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുടിക്കാൻ. ബിരിയാണിയൊക്കെ ഹെവി ഫുഡാണ്, പക്ഷെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവൂല. ആ ഒരു സമയത്തൊക്കെ നമ്മൾ സോഡ സർബത്ത് ഇല്ലെങ്കിലും സോഡ എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്നാണ് കേട്ടോ ഡൈജസ്റ്റ് ആവുന്നത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോവാൻ പ്ലാൻ ചെയ്തു. അപ്പോഴേക്ക് ഉമ്മ പറഞ്ഞു ഫാൻസി സ്റ്റോർക്ക് പോയിട്ട് ഒരു ചെറുതായിട്ട് ഒരു പേഴ്സ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പേഴ്സ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഹാൻഡൊക്കെ വാഷ് ചെയ്തിട്ട്. ഫാൻസി സ്റ്റോറിലൊക്കെ കൂട്ടി പോയാൽ കുട്ടികൾ പെട്ടെന്ന് ടോയ്സൊക്കെ ഫൈറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഇന്ന് വാഷിലാണ് ഒരു സാധനം വാങ്ങി കൊടുക്കൂല എന്നുള്ളത്. പ്ലാസ്റ്റിക് ടോയ്സ് ഒക്കെ കേൾക്കും, പക്ഷെ അതിനെ കാട്ടി ഒരു തിന്നാനും അത് ബുക്സോ സ്ലേറ്റ്സോ അങ്ങനെ വാങ്ങി കൊടുക്കുന്നത് ബെറ്റർ എന്ന് തോന്നി. കുട്ടികൾക്ക് ടോയ്സിനെ കാട്ടി കൂടുതൽ ഇഷ്ടമാണ് പെൻസിലും ബുക്ക്. അതിൽ ചിത്തിക്കൊണ്ടേയിരിക്കും, ടൈം പാസ് ചെയ്യും. ചില സാധനങ്ങൾ വാങ്ങിക്കൊടുത്താലും കുട്ടികളെ കണ്ണൊക്കെ കോഴിക്കൂട്ടിൽ തന്നെ ആയിരിക്കും. കളർഫുൾ ആയിട്ട് കാണുന്ന ബോട്ടിൽസ് ഒക്കെ ഇവർക്ക് കുട്ടികൾക്ക് ഭയങ്കര അട്രാക്ഷൻ ആണ്. ഇവിടെ 18 നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നൈൽ പോളിഷ് ഒക്കെ. കുട്ടികൾക്ക് ഫൈനലായിട്ട് ഒരു ബുക്കും പെൻസിലും വാങ്ങിയിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.